ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതൊരു സീരിയസ് മാറ്ററാണ് ഞാനിപ്പോൾ പറഞ്ഞു പോണേ. ഞാൻ കുറച്ച് മുന്നേ ലൈവിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ഞാനും അഭിഷേക്കും നമ്മളൊരു ഫംഗ്ഷനിൽ വന്ന് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായി. പക്ഷേ ഫോൺ വിളിച്ച് ആൾക്കാർ ഫോൺ ഇരിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 മണിക്കൂറായി ഈവനിങ്. സോ നമ്മൾ ഫംഗ്ഷൻ്റെ സ്ഥലത്തിലേ പോയി. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റൻറ്റും അവിടെ പോയിട്ട് 2 പേരൊക്കെ വിളിച്ചിട്ടുണ്ടായി. പക്ഷേ ഇവന്റ് ഓർഗനൈസർ ആണ് വന്ന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര മോശമായിട്ട് എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി. നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല, നമ്മൾ ട്രാവലിംഗിന്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല. പിന്നെ അഭിഷേക് ഞാനും വന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ, നമ്മൾ അത് സംസാരിച്ചിട്ട് ആണ് അഭിഷേകിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ, അഭിഷേകിന്റെ ഫോട്ടോ വീഡിയോ വൈറ്റ് എല്ലാം എഡിറ്റ് നമ്മൾ തന്നിട്ടുണ്ടോ, എല്ലാം തന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന ടൈമിൽ ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ ഇന്നെ നമ്മൾ കുറെ ശ്രമിച്ചിട്ട് ഫോൺ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്നോട് റെസ്പോണ്ട് കിട്ടില്ലാത്ത ഞാൻ അപ്പത്തന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ. കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പോയി. പോലീസ് കംപ്ലൈന്റ് എടുത്തില്ല. ഒരു ആള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് ഇവന്റ് ഓർഗനൈസർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ. എനിക്ക് ഒരു കംപ്ലൈന്റ് ഞാനൊരു മലയാളി അല്ല, ഞാനൊരു കേരളൈറ്റ് അല്ല പറഞ്ഞിട്ട് ആള് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ പോലീസുകാരനെ ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസുകാരന് അവന്റെ ഫേവറിസമിലാണ് സംസാരിച്ചിട്ട്, അവരുടെ ഫേവറിറ്റിസം കാണിച്ചിട്ട് അവന്റെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നെ ഒന്നും പറയാൻ ഒന്നും ആവശ്യമില്ല. എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ പറയാം. അഭിഷേക് തുമ്മി ബോലോ കുസ് മലയാളം. സോ നമ്മളവിടെ കുറെ നേരമായി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തിട്ട് ഒരു 5-6 അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി കുറെ ഒരു 10-20 വട്ടം വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവന്റ് ഓൾറെഡി തുടങ്ങി. ജാനുവിനോട് പറഞ്ഞു വെച്ചിരുന്ന ആ സ്ലോട്ടിലുള്ള ഷോ സ്റ്റാർട്ടർ ജാനു ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇവന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ പേയ്മെന്റ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും അവര് തയ്യാറല്ല. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പം പോലീസ് ആയാലും അവരുടെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കണ പോലെ തോന്നി. പിന്നെ അവര് പറഞ്ഞു ജാനുവിന്റെ അടുത്ത് ഇത് കേരളമാണ്, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായില്ല ജാനു, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെ നടക്കില്ല, അങ്ങനെ ഒരു മലയാളി അല്ലാത്ത ഒരു ഡിസ്ക്രിമിനേഷൻ പോലുള്ള ഒരു ടോക്ക് ഉണ്ടായി. അപ്പം ബാക്കി എന്താ ചെയ്യേണ്ടത് നോക്കാം അല്ലെ. അത് പബ്ലിക് ഇപ്പോൾ നിങ്ങളെ പറയൂ, കെലിക്കറ്റിലെ ഉണ്ടോ ആൾക്കാർ നിങ്ങളെ പറയൂ. നമ്മളെ മലയാളി അല്ലാത്ത ഒരു ആൾക്കാർ, ഞാൻ മലയാളി അല്ല, ഓക്കെ ഫൈൻ. പക്ഷെ അഭിഷേക് ഒരു മലയാളി പയ്യനാണ്. അവനെ ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് എന്താ പറയുക, ഒരു ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബഹുമാനം, ഒരു ബേസിക് മാനേഴ്സ് അതില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്തിട്ട് മൊത്തം ആൾക്കാർക്ക് പറ്റിച്ചിട്ട് ഈ ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ വാങ്ങിച്ചിട്ട് ഇവന്റ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ പോലെ ആൾക്കാർക്ക് വിളിച്ചിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ പറയും. കാരണം പോലീസിനെ പോലെ നമുക്ക് സഹായിച്ചു ചെയ്തിട്ടില്ല. അത് ഇത്ര അവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇപ്പം സെക്കൻഡ് ഡേ ആയി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണു. അപ്പൊ അതിന്റെ ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത ഒരു ഇത് ഇന്നലെ തൊട്ടുണ്ടായിരുന്നു. നമുക്ക് കോർഡിനേറ്റർ ഓഫ് ഹിസ് ഫോൺ, ആ കോർഡിനേറ്റർക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടി ആളെ സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്നെ വിളിച്ചിട്ടില്ല, എന്നെ കൂടെ എങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് ട്രാവലിംഗിന്റെ മാത്രം 25,000 ഉള്ളൂ. ബാക്കി അഭിഷേകിന്റെ പേയ്മെന്റ് ഇല്ല, എന്റെ പേയ്മെന്റ് ഇല്ല. നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞ അവനെ എന്റെ അച്ഛന്റെ മക്കളാണ്. So he's my brother, so I have to do that freely. This kind of chutia people, I don't know how to say in Malayalam. इनकी हिंदी ले पढ़ा मुझे इतना chutia लोग मैं जिंदगी में नहीं देखा है. So this is our like after many long time we are doing like one nice event. We thought like okay we will go together because normally namle together we namle pochilla. This is our first time event, me and Abhishek, and this is the things are happening. സോ അത് നമ്മൾ എന്താ ചെയ്യാൻ പറയൂ. ഈ വീഡിയോ നിങ്ങളെ എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും പ്ലീസ് ഷെയർ ആക്കൂ. അതാ കാരണം ഒരു ഇവന്റിലെ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്റെസ്പെക്ട്ഫുൾ ആക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ബാഡ്. ബിക്കോസ് ദേ ഹാവ് ടു പേ us അറ്റ്ലീസ്റ്റ് അവർ ട്രാവലിംഗ് ചാർജസ് ആൻഡ് what called the food bill and all. So hotel also they didn't pay till now. So it is very bad. So we don't know what to do right now. സോ നിങ്ങൾ എത്ര ഈ വീഡിയോ ഷെയർ ആക്കാൻ പറ്റും ഷെയർ ആക്കൂ. അഭിഷേക് ഞാൻ നമ്മളെ ഇപ്പോൾ സ്റ്റാക്കാണ് കെലിക്കറ്റിൽ. പോലീസ് പോലെ നമ്മളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണിനെ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്ത് ആളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബാക്കി പറയണം നിങ്ങളെ വിളിച്ചിട്ടാണ് ഈ ആൾക്കാർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പറഞ്ഞിട്ടില്ല. ആളെ എനിക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടോ.
നമ്മളെ ഒരു ചെറിയ ഇവന്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ പോകണുണ്ടോ? പറയൂ ഒരു കാര്യം. അതാണ് മെനേഴ്സ്. I don't know that. I'm really upset. I don't know this kind of third class people what they are doing these things. So ഞാൻ ഒരു തേർഡ് ക്ലാസ് പറഞ്ഞില്ല, എല്ലാവർക്കും വിചാരിക്കുന്ന ജന്മനി അങ്ങനെ പറയാം. പക്ഷെ ഇങ്ങനെ പോലെ ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ്സേ പറയത്തുള്ളൂ. കാരണം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യില്ല. എത്ര ദൂരത്തിലെ കാലിക്കറ്റ് കൊച്ചി ടു കാലിക്കറ്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്ര കിലോമീറ്റർ ഉണ്ടോ, എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് രണ്ട് ആളെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ ആളുടെ ഫോൺ പിക്കപ്പ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന ഒരു ആൾക്ക് നിങ്ങൾ ഫംഗ്ഷനിൽ പോവണ്ട, നിങ്ങൾ പോയില്ല, നമ്മളെ ഫംഗ്ഷൻ നിങ്ങൾ ഇല്ലത്തെ നമ്മൾ ചെയ്യാൻ പറ്റും, അതൊക്കെ പറയാൻ വേണ്ടി ഉണ്ടെങ്കിൽ yes or not Abhishek what I am saying, that is the one basic manners. ഈ manners ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ് പറയുന്നില്ല ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം. പബ്ലിക് പറയാൻ ജർമ്മനി ഡിസ്ക്രിമിനേഷൻ ചെയ്ത ക്ലാസ് കാണിച്ചിട്ടുണ്ടോ? പിന്നെ ഈ ആൾക്കാർക്ക് ഞാൻ എന്താ ക്ലാസ് പറയാം? അതാ നിങ്ങളാണ് എനിക്ക് പറയുന്നത്. Okay, so please share this. I don't know that. Anyways, thank you so much.